സംരംഭക മികവിന് ആദരമൊരുക്കി 24 ബിസിനസ് അവാർഡ്സ് 2025 കൊച്ചിയിൽ നടന്നു. പുരസ്കാര വിതരണ ചടങ്ങ് വ്യവസായ മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു. ഇൻവെസ്റ്റ് കേരള സമ്മിറ്റിന് 24 നൽകിയ പിന്തുണയ്ക്ക് നാടിന്റെ പേരിൽ നന്ദി പറയുന്നതായി മന്ത്രി പി രാജീവ്. ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിന് 24 നൽകിയ വലിയ കവറേജിനും പിന്തുണയ്ക്കും ഈ സന്ദർഭത്തിൽ ഞാൻ നാടിനു വേണ്ടി, ഗവൺമെന്റിന് വേണ്ടിയല്ല, നാടിനു വേണ്ടി പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. വളരെ വാലറ്ററി ഫംഗ്ഷൻ ഉൾപ്പെടെ ലൈവായി തന്നെയാണ് 24 നൽകിയത്. അതോടൊപ്പം വിജയിച്ച സംരംഭകരെ പലരെയും പരിചയപ്പെടുത്തുകയും ചെയ്തു. 24 ഈ യാത്രയിൽ ഞങ്ങളെ ഗവൺമെന്റിനെ സഹായിച്ചു എന്ന് പറയുന്നത് നാടിനെയാണ് സഹായിച്ചിട്ടുള്ളത്. ആ യാത്ര ഇനിയും പോസിറ്റീവായി തുടരാൻ കഴിയട്ടെ. എസ് ശ്രീകാന്ത് ഉണ്ട് ഇപ്പോൾ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, ഈ പുരസ്കാര വിതരണ ചടങ്ങ് പൂർത്തിയായോ? എന്തൊക്കെയാണ് വിവരങ്ങൾ ശ്രീകാന്ത്? അങ്ങനെ ഗംഭീരമായി ഭംഗിയായി 24ന്റെ ബിസിനസ് അവാർഡ്സ് 2025 പൂർത്തിയായിരിക്കുന്നു. ഇപ്പോൾ കലാപരിപാടികളൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇന്ന് ഇവിടെ നടന്ന പരിപാടിയിൽ മന്ത്രി പി രാജീവാണ് ഇത് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചതും ഈ അവാർഡ് വിതരണം നിർവഹിച്ചതും. നമ്മുടെ ഈ പരിപാടിയുടെ ഭാഗമായ ആളുകളുടെയൊക്കെ തന്നെ ഒന്ന് രണ്ട് അഭിപ്രായം നമുക്ക് വേഗം നേടാം. ഇപ്പോൾ 24ന്റെ ഒരു അവാർഡ്, ബിസിനസ് അവാർഡ്സ് 2025 നടത്തി. ഇത് നമുക്ക് കാരണം ബിസിനസ്സിന് പിള്ളേർക്കെല്ലാം നന്നായിട്ട് അവാർഡ് കൊടുത്തത് നല്ലതായിരുന്നു. വീണ്ടും ഇതുപോലുള്ള അവാർഡുകൾ കൊടുക്കണം, നിങ്ങൾ താല്പര്യപ്പെടുന്നു. എന്തായാലും നല്ലത് തന്നെ. തീർച്ചയായും ഇതിൽ പങ്കെടുത്ത, ഈ പരിപാടിയിൽ പങ്കെടുത്ത ആളുകളുടെ കൂടി അഭിപ്രായമാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ SKN കൂടി ഇതിന്റെ നമ്മുടെ ഈ പരിപാടി ശുഭപര്യവസാനിയാവുമ്പോൾ നമ്മളോടൊപ്പം ഒന്ന് ചേരുകയാണ്. SKN, നമ്മുടെ പരിപാടി നമ്മൾ പ്രതീക്ഷിച്ചതിലും വളരെ ഗംഭീരമായി പൂർത്തിയാക്കി. ബിസിനസ് അവാർഡ് ഗംഭീരമായി പോയി. നമുക്ക് കുറെ സംരംഭകരെ ആദരിക്കാൻ പറ്റി. മന്ത്രി പി രാജീവ് ആയിരുന്നു മുഖ്യ അതിഥി. രാജീവ് അവാർഡൊക്കെ കൊടുത്തു, സന്തോഷമായി. താങ്ക് യു. നമ്മുടെ ഒരു കാരുണ്യ പദ്ധതി കൂടി ഇതിന്റെ ഭാഗമായി ഉണ്ടായി. നമ്മുടെ കുഞ്ഞുമിഠായി എന്ന് പറഞ്ഞൊരു പരിപാടി കൂടെ നമ്മൾ അവതരിപ്പിച്ചു. അതായത് നമ്മുടെ ഈ കുഞ്ഞുങ്ങളുടെ ടൈപ്പ് 1 ഡയബറ്റിക്, അതാണ് ഏറ്റവും വലിയൊരു ടെൻഷൻ എന്ന് പറയുന്നത്. ചെറിയ കുട്ടികൾക്ക് പോലും ലിബറയൊക്കെ ഫിറ്റ് ചെയ്ത് സ്കൂളിൽ പോകാൻ. അപ്പോൾ ഈ ലിബറയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് നമ്മളൊരു 500 കുട്ടികളെ സഹായിക്കാൻ തീരുമാനിച്ചു. ഒരു 25 ലക്ഷം രൂപ നമ്മുടെ ഫ്ലവേഴ്സ് ഫാമിലി ചാരിറ്റബിൾ സൊസൈറ്റിയിൽ നിന്ന് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ലോഞ്ചും കൂടെ ഇതിലുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും സന്തോഷമാണ്. താങ്ക് യു. അതാണ് SKN ചൂണ്ടിക്കാണിച്ച പോലെ നമ്മൾ അതിഗംഭീരമായി തന്നെ നമ്മുടെ ഈ ബിസിനസ് അവാർഡ്സ് 2025 പൂർത്തിയായിരിക്കുന്നു. ഒപ്പം തന്നെ അതിൻ്റെ കൂടെ ഒരു കാരുണ്യ പദ്ധതി, കുഞ്ഞുമിഠായി എന്ന ഒരു കാരുണ്യ പദ്ധതി. ടൈപ്പ് 1 പ്രമേഹ രോഗം ബാധിച്ച കുഞ്ഞുങ്ങളുണ്ട്. അവർക്ക് ഏതാണ്ട് ഒരു 500ഓളം കുഞ്ഞുങ്ങളെ നമ്മൾ 24 കണക്റ്റിൻ്റെ ഭാഗമായി നമുക്ക് സഹായിക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 11 വിഭാഗങ്ങളിലായി ആണ് ഈ ബിസിനസ് രംഗത്തെ പ്രമുഖരെ നമ്മൾ ആദരിക്കുകയുണ്ടായത്. അതിൽ വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകൾ പങ്കെടുക്കുകയുണ്ടായി. അതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ട ചില പേരുകാർ കൂടി ഉണ്ട്. AVA ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ AV അനൂപ്, ഡെൻകെയർ സ്ഥാപകൻ ജോൺ കുര്യാക്കോസ്, ഫ്ലവേഴ്സ് TV മാനേജിംഗ് ഡയറക്ടറും 24 ചീഫ് എഡിറ്ററുമായ R ശ്രീകണ്ഠൻ നായർ തുടങ്ങിയവർ ഈ പരിപാടിയിൽ പ്രധാന ആദ്യന്തം അതിൻ്റെ മേൽനോട്ടം വഹിക്കുകയുണ്ടായി. അതേസമയം തന്നെ നേരത്തെ SKN തന്നെ സൂചിപ്പിച്ചു, നമ്മൾ ഈ ടൈപ്പ് 1 ഡയബറ്റിസ് ബാധിതരായ 500ഓളം കുട്ടികൾക്ക് 24 കണക്റ്റിൻ്റെ ഭാഗമായി CGM സിസ്റ്റം ഡിവൈസ് നൽകുന്ന കുഞ്ഞുമിഠായി പദ്ധതിയുടെ ഉദ്ഘാടനം നമ്മുടെ ഫ്ലവേഴ്സ് TV ചെയർമാൻ ഗോകുലം ഗോപാലൻ നിർവഹിക്കുകയും ചെയ്തു. അത്തരത്തിൽ കാരുണ്യ പദ്ധതികളടക്കം ഈ നമ്മുടെ ബിസിനസ് അവാർഡ് 2025ന്റെ ഭാഗമായി നടന്നു. നേരത്തെ നമ്മൾ നടത്തിയ കോൺക്ലേവ് അതൊരു വലിയ വിജയമായി മാറിയിരുന്നു. സമാനമായ വിജയം, സമാനമായ വലിയ മുന്നേറ്റം ഈ കാര്യത്തിൽ നമുക്ക് ഉണ്ടാക്കാനായി. ശരി, ശ്രീകാന്താണ് വിശദാംശങ്ങൾ നൽകിയത്.